പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ബലിഭക്തിയോടെ അർപ്പിക്കാം. പരിശുദ്ധമായ ഈ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മരിയൻ അഭിഷേകം നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ തീക്ഷ്ണതയും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ചേരുമ്പോൾ നമുക്ക് തീർച്ചയായും അനുഗ്രഹം ലഭിക്കും. നമുക്കത് ഉറപ്പിക്കാവുന്നതാണ്. ഇവിടെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളെല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇതൊരു ടൂർ പ്രോഗ്രാം പോലെ കരുതാതെ ഒരു തീർത്ഥാടനം, വിശ്വാസ തീർത്ഥാടനം, നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്കുള്ള ഒരു പരിശീലനത്തിൻ്റെ ദിവസമായിട്ട് ഇതിനെ കണക്കാക്കുക. അപ്പോൾ നമുക്കത് അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് വിതക്കാരൻ്റെ കഥ ആണ് നമ്മൾ സുവിശേഷത്തിൽ കേൾക്കുക. അപ്പോൾ വചനം, അനുഗ്രഹം ദൈവം വിതറുന്നുണ്ട്. വചനം വിതയ്ക്കുന്നുണ്ട്, പക്ഷെ അത് ഫലം ഉണ്ടാകണം. ഈ മണിക്കൂറുകളിലെങ്കിലും, പ്രത്യേകിച്ച് പരിശുദ്ധ ബലിയർപ്പിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് നല്ല ഏകാഗ്രതയോടുകൂടെ, നല്ല ശ്രദ്ധയോടുകൂടെ നമുക്ക് പങ്കുചേരാം. അനുഗ്രഹം പാഴാക്കി കളയരുത്. അനുഗ്രഹം ഉണ്ട്, അനുഗ്രഹം മഴ പോലെ പെയ്യുന്നുണ്ട്. അനുഗ്രഹം പാഴാക്കരുത്. നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടും, അനുഗ്രഹം കിട്ടും. നമുക്ക് വളരെ ശ്രദ്ധയോടെ പങ്കുചേർന്നാൽ നമുക്കത് കിട്ടും. അപ്പം അനുഗ്രഹം പാഴാക്കരുത്. ദൈവം അത് പല അനുഗ്രഹങ്ങളും വെറുതെ പോവുകയാണ്. നമുക്കതെല്ലാം സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനൊരുക്കാം. ദൈവം അനുഗ്രഹിച്ചില്ലെന്ന് പറയരുത്. ദൈവം അനുഗ്രഹം തരുന്നുണ്ട്. നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകതകളിലാണ് അത് വ്യത്യാസം വരുന്നത്. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നല്ല ശ്രദ്ധയോടുകൂടെ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങേ ഇഷ്ടാനുസരണം നയിക്കണമേ. അങ്ങനെ അങ്ങേ പ്രിയപുത്രൻ്റെ നാമത്തിൽ സൽപ്രവൃത്തികളാൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു. ആ ദിവസങ്ങൾക്കു ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവർത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. മെൽക്കിസെദേക്കിന്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. മെൽക്കിസെദേക്കിന്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദമിടമാക്കുമോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. മെൽക്കിസെദേക്കിന്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ അയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. മെൽക്കിസെദേക്കിന്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. മെൽക്കിസെദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസെദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. മെൽക്കിസെദേക്കിന്റെ ക്രമമനുസരിച്ച്
മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും നീ എന്നേക്കും പുരോഹിതനാകുന്നു. പുരോഹിതനാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിത്ത് ദൈവത്തിന്റെ വചനമാണ്. ക്രിസ്തു വിതക്കാരനും. വിത്തിനെ കണ്ടെത്തുന്നവൻ നിത്യമായി നിലനിൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിന് അഭിമുഖമായിരുന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോകുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിച്ച് മോചനം പ്രാപിക്കുന്നതിനും വേണ്ടിയാണത്. അവർ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡകളും അനുഭവിക്കുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടിയിൽക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്കു വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ബലശൂന്യമാക്കുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോയിൽ പ്രിയരെ, നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണിത്. വിധക്കാരൻ്റെ ഉപമ. ഈശോ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ഞാനൊരു കാര്യം, നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മുടെ ഫോണിൽ കാണും. ബൈബിൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടോ? POC ബൈബിൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? POC ബൈബിൾ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരൊന്ന് കരമുയർത്താവോ? നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, കാരണം വചനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ധ്യാനിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഫോണ് ബൈബിളുണ്ടോ? ഫോണിൽ ബൈബിളുണ്ടോ? അപ്പം അതൊരു നമ്മുടെ ഒരു ഈശോയോടുള്ള സ്നേഹമായിട്ട് വളരെ പ്രാക്ടിക്കലാണല്ലോ. ഈ മോഡേൺ യുഗത്തിൽ മൊബൈൽ ഫോൺ എങ്ങനെ വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാമെന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് POC ബൈബിൾ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ദൈവം അനുഗ്രഹം വാരി വിതറുന്നുണ്ട്. ഞാൻ വചനം വിതയ്ക്കുന്നില്ല, വിത്ത് വിതയ്ക്കുന്നത് വചനം എന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അനുഗ്രഹമെന്ന് ചിന്തിച്ച് അനുഗ്രഹം ദൈവം വാരി വിതറുന്നുണ്ട്. 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി. അപ്പോൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. മക്കളാണല്ലോ അവകാശികൾ. അങ്ങനെ പെരുവഴിയിൽ അലയുന്നവരല്ലല്ലോ അവകാശികൾ, മക്കളാണ് അവകാശികൾ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. ഇനി വളരെ പ്രത്യേകമായി നമ്മൾ മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മൾ വീണ്ടും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ദൈവം അനുഗ്രഹം തരും. നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്ന് അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കാം. ഞാനിങ്ങനെ വഴി, പാറ, മുള്ള് ഇല്ലേ, അതാണല്ലോ വഴിയരികിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. ഇത് ഒരു 3 വാക്കുകൾ, അത് ഞാൻ അങ്ങനെയാണെന്ന് ധ്യാനിച്ചത്. നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകണം. കോൺസെൻട്രേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. ഇപ്പോൾ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകണം. ഡിസ്ട്രാക്ഷൻ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു മേഖലയല്ല. കോൺസെൻട്രേഷൻ ഉണ്ടാകണം. ഇനി രണ്ടാമതൊരു കാര്യം, പാറപ്പുറം പെരിഫറലാണല്ലോ, അത് വേരില്ലാത്തതിനാൽ അത് വാടിപ്പോയി. അപ്പോൾ ഇങ്ങനെ കോറിലേക്ക് വരണം. അതായത് പേഴ്സൺ ഡെവലപ്പ് ചെയ്യണം. അതായത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ബാലൻസ്. ഇനി മൂന്നാമതൊരു കാര്യം, നമുക്ക് ഈ മുള്ള് നമ്മളിങ്ങനെ മുള്ള് കിട്ടിയവൻ, മുള്ള് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഒരു രോഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ മുള്ള്, അത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഞരമ്പിലുള്ള ഒരു രോഗാവസ്ഥയായിട്ട് അതിങ്ങനെ കുത്തി വേദനിപ്പിച്ചിരുന്നു എന്ന് റീസെൻ്റ്ലി ഒരു പഠനമുണ്ടായി. അപ്പോൾ അതിങ്ങനെ കുറേ സാധ്യതകൾ പറഞ്ഞിട്ട് അവസാനം പറയുന്നൊരു സാധ്യത അദ്ദേഹത്തിൻ്റെ മുള്ള് ഒരു രോഗമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിക്കാം. മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് ചിലപ്പോൾ നല്ല അപകർഷതാബോധം അല്ലെങ്കിൽ ഒരു ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖല. ഇങ്ങനെ ചിലപ്പോൾ ഈ കൊളുത്തി സംസാരിക്കുന്നവരും അത് മുറിവേറ്റവരാണ്. അപ്പോൾ ഈ 3 മേഖലകൾ നമ്മൾ ഒന്നിപ്പോൾ കോൺസെൻട്രേഷൻ. ആദ്യത്തെ വഴിയരികിൽ വീണ വിത്ത്, കോൺസെൻട്രേഷൻ. നമുക്ക് വഴിയരികിൽ വീണ വിത്ത്, വഴിയിൽ പോയി നിൽക്കുക, തിരക്കുള്ളൊരു സ്ഥലത്ത് പോയി നിൽക്കുക ഇല്ലേ. വഴി എപ്പോഴും ആളുകൾ മൂവ് ചെയ്യുന്ന സ്ഥലമല്ലേ. തിരക്ക് പിടിച്ച ജീവിതം, ബഹളം, ഒരു ഏകാഗ്രതയില്ല. ഇപ്പം മാസിന് വരുമ്പോൾ പോലും അത്ര നേരം പുറത്ത് വെക്കും, പെട്ടെന്ന് ഓടി മാസിലേക്ക് കയറും. ചില ആളുകൾ വിവാഹ ജീവിതത്തിന് പോലും വലിയ ഒരുക്കമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ഇങ്ങനെ ഓടി വിവാഹ ജീവിതത്തിലേക്ക് കയറും. പ്രിക്കാന കോഴ്സ് അത് ഒരു തരത്തിൽ ഉപകാരമാണ്.
വൈദിക പരിശീലനമൊക്കെ നോക്കുമ്പോൾ 10-16 വർഷമൊക്കെ പഠിക്കുമ്പോഴും ഒരു വിവാഹ ജീവിതത്തിന് ഒരു 2 മാസം ഒരുങ്ങിയാൽ മതിയോ? ഇപ്പോഴേ ഒരുങ്ങണ്ടേ? ഇപ്പോൾ 10-20 വയസ്സായുള്ള പയ്യന്മാരല്ലെങ്കിൽ മക്കള് ഇപ്പോഴേ ഒരുങ്ങണ്ടേ? ആത്മീയമായിട്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഓടിക്കേറേണ്ട ഒരു കാര്യമല്ല. ഇല്ല, പഠിക്കുന്ന എന്തിനാ? ഭാവി ശരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ? ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ജോലി കിട്ടിയിട്ട് എന്തെടുക്കാനാ? ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പം ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരുങ്ങുന്നത്? അപ്പോൾ എല്ലാ മേഖലയിലും ഒരുങ്ങണം, ആത്മീയമായിട്ട് ഒരുങ്ങണം, പ്രാർത്ഥിച്ചൊരുങ്ങണം, എല്ലാ മേഖല. ഇപ്പോൾ നന്നായിട്ട് ബോറടിക്കുന്ന, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നാളെ പരീക്ഷണം, ബോറടി, അവൻ പോയിട്ട് ചിലപ്പോൾ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് വഴിയരികെ പോയി നോക്കി നിൽക്കും. ബോറടി, ഏകാഗ്രത ഇല്ലാത്ത അവസ്ഥയാണ് ബോറടി, ഏകാഗ്രത. ഇനി നമുക്ക് ഇപ്പോൾ രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം ഒരു 4 മണിക്കൊരു 1500 മീറ്റർ ഓടണം. 1500 മീറ്റർ ഓടണം, മത്സരമാണ്. 3 മണിവരെ ഓടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? രാവിലെ മുതൽ 3 മണിവരെ ഓടി പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് 4 മണിക്ക് പോയി ഓടിയ തളർന്നു വീഴില്ലേ? അപ്പം മുന്നേ ഒരുങ്ങണ്ടേ, ഏകാഗ്രത വേണ്ടേ, ഒരു ട്രാക്കിലേക്ക് വരണ്ടേ. ട്രാക്കിലല്ലാത്ത ലൈഫ്, കോൺസെൻട്രേറ്റഡ് അല്ലാത്ത ലൈഫ് പ്രശ്നമാണ്. ഒരു ട്രാക്കിലേക്ക് വരണം, ലൈഫ് ഒരു ട്രാക്കിലേക്ക് വരണം. പരിശുദ്ധ കുർബാന, കുമ്പസാരം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും ട്രാക്കിലേക്ക് വരാത്ത ആളുകളില്ലേ? കുമ്പസാരൊന്നും റെഗുലർ അല്ലാത്ത ആളുകളില്ലേ? ഇപ്പോഴും ട്രാക്കിലായിട്ടില്ല. ആത്മീയ ജീവിതം കുറെ അങ്ങ് ജീവിച്ചിട്ടും ഒരു ട്രാക്ക് പിടിച്ചിട്ടില്ല. എവിടെയൊക്കെ കൂടി ഓടുക, വെറുതെ അങ്ങനെ ഒന്ന് ധ്യാനിച്ച് വഴിയരികിൽ വീണത് ബഹളത്തിലാണ്. ഇങ്ങനെ ബോറടിയും, ഇങ്ങനെ സംസാരമാണ്. ശരിക്കും കോൺസെൻട്രേഷനിൽ സംസാരമില്ല. പരിശുദ്ധ ബലിക്ക് മുന്നേ ഒരുങ്ങുമ്പോൾ ഇവിടെ ദേവാലയത്തിലിരുന്ന് സംസാരിച്ചാൽ എവിടെയാണ് കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷനിലല്ല ദൈവം ഇടപെടുക. ദൈവവും ഞാനും എന്ന ഒരു കോൺസെൻട്രേഷൻ വേണ്ടേ? അതിന് മുന്നേ ഒരുങ്ങണ്ടേ? എന്തുകൊണ്ടാണ് പരീക്ഷ ഹാളിൽ 5 മിനിറ്റ് മുമ്പ് കയറ്റിയിരുത്തുന്നത്? എന്തുകൊണ്ടാണ് 5 മിനിറ്റ് മുമ്പ് പരീക്ഷ ഹാളിൽ കയറ്റിയിരുത്തുന്നത്? കോൺസെൻട്രേഷൻ. അപ്പം അത് ലൈഫിൽ, ജീവിതത്തിൽ എല്ലാ മേഖല. ഇനി ഒരു പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിൻ്റെ കീഴിൽ പോയി പഠിക്കുന്നയാൾ, അയാൾ കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പോൾ നേരെ പോകേണ്ട മക്കള് ഒരു കയ്യിൽ ഫോണ്, മറ്റേ കയ്യിൽ പ്രണയം, ഇങ്ങനെ പല പല ട്രാക്കുകൾ തിരിച്ചുവിട്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോയാൽ നേരെ പോകുന്നില്ലല്ലോ, ട്രാക്കിലല്ലല്ലോ. അപ്പം എങ്ങനെ രക്ഷപ്പെടും? അനുഗ്രഹം വാരി വിതറുന്നുണ്ട്, പക്ഷെ നമ്മൾ ട്രാക്കിലല്ല. ഇപ്പോൾ ഈ ദേവാലയം എന്ന് ചിന്തിച്ച് ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അനുഗ്രഹ പെരുമഴ പെയ്യുകയാണെങ്കിൽ ദേവാലയത്തിനകത്ത് കയറാത്തവൻ ഒന്ന് വാതിലിലൂടെ ഒരു തലയെങ്കിലും നീട്ടി അകത്തേക്ക് വെച്ചു കൊടുത്ത തലയിലെങ്കിലും അനുഗ്രഹ പെരുമഴ പെയ്യുമല്ലോ. ഇല്ല, പരിശുദ്ധ ബലി നിസ്സാര കാര്യമല്ലല്ലോ. പരിശുദ്ധ ബലി അർപ്പിക്കുന്ന സ്ഥലം ദൈവാനുഗ്രഹത്തിൻ്റെ സ്ഥലമല്ലേ? അനുഗ്രഹ പെരുമഴ പെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ പരിശുദ്ധ ബലി ഇപ്പോഴും പരിശുദ്ധ ബലിയുടെ ട്രാക്കിൽ നമ്മളായിട്ടില്ലല്ലോ. ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം പാറ പെരിഫറൽ. അതിൽ നമ്മളിങ്ങനെ ചില ആളുകളുണ്ട്, ഞങ്ങളുടെ കൂടെയുള്ള ശുശ്രൂഷകരിൽ പലരെയും ഞാൻ ഒബ്സർവ് ചെയ്തത്, അവർ ബഹളം വെച്ചിരുന്ന ഇങ്ങനെ മർമറിങ് ചെയ്തുകൊണ്ടിരുന്നവർ, അവർ ഇപ്പോൾ ഭയങ്കര സൈലൻസാണ്. എല്ലാം ഉൾക്കൊള്ളുന്നു. കോർ ലെവലിലേക്ക് വന്നു. കോറിലേക്ക് വന്നു. നമുക്ക് എല്ലാം ഉണ്ടായിട്ട് ഒരു പേഴ്സൺ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നയാൾ ഗുഡ് പേഴ്സൺ എന്ന് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോയിട്ട് കൈകൂപ്പി നിന്ന് അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഗുഡ് പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ? അയാൾ വീട്ടിൽ വന്നിട്ട് ബഹളമാണെങ്കിൽ അയാളുടെ സോഷ്യൽ ആസ്പെക്റ്റ് പോയില്ലേ, അയാളുടെ ഇമോഷണൽ ആസ്പെക്റ്റ് പോയില്ലേ. അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല, സോഷ്യൽ ആസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യണം, ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ തോന്നിയാലേ വേണ്ടാത്തത് പറഞ്ഞു കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയാലേ, കയ്യിൽ നിന്ന് പോയി, ഇനി എന്ത് ചെയ്യും? തിരിച്ചു പിടിക്കാനും പറ്റാത്തതുപോലെ അങ്ങനെ കയ്യിൽ നിന്ന് പോയ സംഭവങ്ങളൊക്കെ തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ ആസ്പെക്ട് ബുദ്ധിപൂർവമായിട്ട് പെരുമാറണം. ഇനി സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഇമോഷണൽ ആസ്പെക്ട്, സ്പിരിച്വൽ ആസ്പെക്ട്. ഇപ്പോൾ ഒരു ഗുഡ് പേഴ്സൺ എപ്പോഴും നല്ലൊരു വിശ്വാസിയാകാൻ എളുപ്പമാണ്. വെറുതെ ഒന്ന് ചിന്തിച്ച്, ഗുഡ് പേഴ്സൺ എപ്പോഴും അഹങ്കരിക്കില്ല, തൻ്റെ കഴിവിൽ അഹങ്കരിക്കില്ല. ദൈവമേ എനിക്ക് ഇത്രയേ ഉള്ളൂ ദൈവമേ എന്ന് പറയുന്നയാളായിരിക്കും ഗുഡ് പേഴ്സൺ. പക്ഷേ സോ കോൾഡ് ഭക്തൻ,
ആളുകളെ കാണിച്ചുകൊണ്ട് ഭക്തി നടിക്കുന്നയാള് ചിലപ്പോൾ ഗുഡ് പേഴ്സൺ ആകണമെന്ന് നിർബന്ധമില്ല. അയാൾ വീട്ടിൽ ബഹളമായിരിക്കും, ദേഷ്യമായിരിക്കും, എപ്പോഴും കോപം. നമുക്ക് പറയാൻ തോന്നില്ല, താനൊക്കെ പള്ളി പോട്ടെ എന്തിനാണോ എന്ന് വീട്ടുകാർ തന്നെ ചോദിക്കും. ഇവിടെ വല്ലയിടത്തും ഇരുന്നാൽ പോരെ. അപ്പോൾ ഒരു കോർ ലെവലിലേക്ക് വരണം, നമ്മൾ ഗുഡ് പേഴ്സൺ ആയി മാറണം, ഡെപ്തിലേക്ക് വരണം. അപ്പോഴാണ് ശാന്തത വരിക, അപ്പോഴാണ് പിറുപിറുപ്പ് മാറുക. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 2-52 വാക്യത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നത്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇനി മൂന്നാമത്തേതാണ് മുള്ള്. അത് ഇങ്ങനെ ഒരു ഇന്നർ ഹീലിങ്ങിൻ്റെ മേഖല നമുക്ക് ആവശ്യമാണ്. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നർ ഹീലിംഗ്. അതായത് നമ്മുടെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുമ്പസാരം കഴിയുമ്പോൾ തന്നെ എല്ലാം അങ്ങ് പോയി? കുമ്പസാരം കഴിയുമ്പോൾ പാപം പോകുന്നുണ്ട്, തീർച്ചയായിട്ടും. നല്ല കുമ്പസാരം നടത്തിയ പാപം പോവും. പക്ഷെ പാപത്തിൻ്റെ പിന്നിലുള്ള ചില ഹാങ് ഓവർ, ചില നെഗറ്റിവിറ്റി അത് അവശേഷിക്കും. ഇല്ല, വെറുപ്പ് ചിലപ്പോൾ ആ നിമിഷം തന്നെ തീരണമെന്നില്ല. ഒരു മോശമായൊരു ചിത്രം കണ്ട ആള്, അയാളുടെ ചിന്തയിൽ എപ്പോഴും ചീത്ത ചിന്തകൾ വരാം, ചീത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം, ഇങ്ങനെ ഓർമ്മയിൽ വരും. അത് വെച്ചിട്ട് പിന്നെ പാപം ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു ഇന്നർ ഹീലിംഗ് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി വർത്തമാനം പറഞ്ഞ് ഇല്ലേ, സൈലൻസ് ആണല്ലോ കോൺസെൻട്രേഷൻ, സൈലൻസ് ആണല്ലോ പേഴ്സന്റെ കോറിലേക്ക് വരിക, ഡെപ്തിലേക്ക് വരിക. ആന്തരിക സൗഖ്യം കിട്ടിയാൽ നിശബ്ദത ഉണ്ടാവും. നിശബ്ദത, പിറുപിറുപ്പും കുറ്റപ്പെടുത്തലും ഇത് ആന്തരിക സൗഖ്യം കിട്ടാത്ത മേഖലയാണ്. നമ്മൾ ദേഷ്യപ്പെട്ടത് വഴി എത്ര പേർക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ മറന്നുപോയി കാണും. എത്ര പേർക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടാകാം. അവരെല്ലാം ആ വിഷമം വെച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ കുറേ പേരുടെ സങ്കടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് കയറി വരും? അവർ മനസ്സിലൊക്കെ പറയല്ലേ, നീ ഒന്നും രക്ഷപ്പെടിയല്ലടാ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വേദനിപ്പിച്ച്, അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഈശോയെ, ഞാൻ മൂലം വിഷമം അനുഭവിച്ചവരെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം. നമ്മളും പ്രാർത്ഥിക്കണം, ഈശോ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ, ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം. ഇത് ഒരു പേഴ്സണൽ പ്രയറിൻ്റെ ഭാഗമാക്കാൻ പാടില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടും. അപ്പോൾ ഈ ഒരു മേഖല നമ്മൾ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെറുപ്പുള്ളത്, അപകർഷതാബോധം ഉള്ള ആൾക്ക് പെട്ടെന്ന് മുന്നോട്ട് കയറി വരാൻ പാടാം. അപകർഷതാബോധം മാറണം. മുറിവേറ്റ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ കൊളുത്തി താങ്ങി സംസാരിക്കുക എന്ന് പറയല്. അവന് ഒരു കാര്യം, ഒരു നിർദ്ദേശം കൊടുത്താൽ പോലും അവന് പിടിക്കില്ല. അവന് മറുപടി പറഞ്ഞ് അവന് ആശ്വാസം ഉണ്ടാവുള്ളൂ. ഉരുള കുപ്പേരി കണക്ക് മറുപടി പറയും. അപ്പോൾ നിശബ്ദത അവിടെയും ആവശ്യമല്ലേ? അപ്പോൾ ആന്തരിക സൗഖ്യം നമുക്ക് അത്യാവശ്യമാണ്. പ്രിയ ദൈവ പൈതലേ, നീ ആത്മീയതയിൽ, നിന്റെ വ്യക്തിത്വ വികസനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നീ മുന്നേറാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ ദിവസേന പ്രാർത്ഥിക്കുക, ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള ഇനിയും അവശേഷിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ, ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ട വിഷമങ്ങളെ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇനി ഈ 30%, 60%, 100% വിജയം ഉണ്ടായിട്ടുണ്ട് ഇല്ല? 30%, 60% അവർ വിജയിച്ചവരാ. 100 കിട്ടിയില്ലെങ്കിൽ 30 കിട്ടിയല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഒരു 90 മാർക്ക് കിട്ടേണ്ട ഒരാള്, ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയല്ലേ, അടുത്ത് തന്നെ വരികയല്ലേ, 90 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരാള് 60 മാർക്ക് കിട്ടുന്നുള്ളതെങ്കിൽ അയാൾ കോൺസെൻട്രേറ്റഡ് അല്ല. അയാൾക്ക് ചിലപ്പോൾ ഫോൺ പ്ലേ ഉണ്ടാവും, ഫോൺ ഉപയോഗിക്കുന്നത് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രായത്തിന് ചേരാത്തൊരു ബന്ധമുണ്ടാകാം. വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് റിസൾട്ട് കൂടുതൽ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് അനുഗ്രഹം കൂടുതൽ കിട്ടാത്തത്? ഇല്ല, മത്സ്യത്തൊഴിലാളികൾ പറയും, അപ്പുറത്തെ വള്ളക്കാർക്ക് നല്ല മത്സ്യം കിട്ടി, ഞങ്ങൾക്ക് ഒന്നും കിട്ടണില്ല, ഞങ്ങളുടെ അടുത്ത് മത്സ്യം വരണ പോലുമില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവൻ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയി, മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയി, എനിക്ക് അനുഗ്രഹം കിട്ടണില്ല. എന്തുകൊണ്ടായിരിക്കാം? കോൺസെൻട്രേറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ? അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിലും കോൺസെൻട്രേഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. റിസൾട്ടിൻ്റെ കാര്യത്തിലും ആ ഒരു ഡെപ്തിലേക്ക് വരണം, ആ ഒരു സൈലൻസിലേക്ക് വരണം, ഇമോഷണൽ ബാലൻസിലേക്ക് നമ്മൾ വരണം. ഇനി നമുക്ക് ആ ഒരു
ആന്തരിക സൗഖ്യവും ഈ റിസൾട്ടിൻ്റെ മേഖലയിലും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ മാനസാന്തരപ്പെടുത്തിയ വചനം, അത് ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം, ഇല്ലേ? ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? ഇത് ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല, കോൺസെൻട്രേറ്റഡ് ആയിരുന്നില്ല പുണ്യവാൻ. പക്ഷെ പിന്നീട് കോൺസെൻട്രേറ്റഡ് ആയി, ആ പേഴ്സൺ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായി, എല്ലാം സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഫലം പ്രാപിച്ചത് കണ്ടോ? 100% 100 മേനി വിളവ് വന്നത് കണ്ടോ? ഫലം വന്നത് കണ്ടോ? ഇനി മദർ തെരേസയെ മാനസാന്തരപ്പെടുത്തിയ വചനം, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ വചനം ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ വചനം അത് കോൺസെൻട്രേഷനിലേക്ക് വന്നു, ദൈവത്തെ സ്നേഹിക്കണമെന്ന തീരുമാനത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ ഡാർജിലിംഗിലേക്ക് വരുമോ, അല്ലെങ്കിൽ നാട് വിട്ട് അത്ര റിസ്ക് ഒരാൾ എടുക്കുമോ? അത്രയും ബോധ്യമുള്ളത് കൊണ്ടല്ല റിസ്ക് എടുത്തത്. ലൈഫിൽ സ്വന്തം നാട് വിട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നത് അത്രയും സംഗതി മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്, കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ഇനി അപ്പോൾ പേഴ്സൺ ഡെവലപ്പ് ചെയ്ത് വന്നു. പേഴ്സൺ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ മുഷിഞ്ഞ വസ്ത്രമൊന്നും, വളരെ സിമ്പിൾ വസ്ത്രമല്ല അവരുടേത്. വസ്ത്രമൊന്നും അവർ നോക്കുന്നേയില്ല, അവിടെ ഉള്ളു ആണ് അവർ നോക്കുന്നത്. ഇനി അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ഒരാൾ കൈ നീട്ടിയപ്പോൾ അയാൾ ഈ മദർ തെരേസയുടെ കൈകളിലേക്ക് കാർക്കിച്ച് തുപ്പി. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, എനിക്ക് ഉള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് താ എന്ന് പറഞ്ഞു. ഇത് നമ്മളാണെങ്കിൽ ഹേർട്ടായിട്ട് അവിടെ നിന്ന് വിട്ടിട്ട് താനൊന്ന് പോടോ എന്ന് പറയും, തൻ്റെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയും. പക്ഷെ മദർ തെരേസ ഹേർട്ടാകാതെ അവിടെ നിന്നുണ്ട്. അതാണ് ഇന്നർ ഹീലിങ്ങിൻ്റെ ആവശ്യകത. ഇന്നർ ഹീലിംഗ് വേണം, നമുക്ക് വേണം. അപ്പോൾ വിശുദ്ധരെല്ലാം ഈ ഒരു പ്രോസസ്സിലൂടെ കോൺസെൻട്രേഷൻ, പേഴ്സൺ ഡെവലപ്പ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ കാണിക്കുന്ന ഭക്തനല്ല, ഉള്ളിലുള്ള ഒരു വിശ്വാസി. അതിനുശേഷം ആന്തരിക സൗഖ്യം അവർ ദിവസേന അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 100% വിജയം ഉണ്ടായി. നമുക്കതുകൊണ്ട് ഒന്ന് പരിശ്രമിച്ച് നോക്കാം. കോൺസെൻട്രേഷൻ പ്ലസ് പേഴ്സൺ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്ലസ് ഇന്നർ ഹീലിംഗ്. അതിന് വേണമെങ്കിൽ നമുക്ക് സെൽഫ് എസ്റ്റീം എന്ന് കൂടി പറയാം. ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നത് സെൽഫ് എസ്റ്റീം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അത് വിജയമാണ്, 100% വിജയം. ഒന്നുകൂടി ശ്രദ്ധിച്ചോ, കോൺസെൻട്രേഷൻ പ്ലസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നിരന്തരം ചെയ്യേണ്ട കാര്യമാണ്. പ്ലസ് ഇന്നർ ഹീലിംഗ് ഈസ് ഈക്വൽ ടു 100% വിജയം. ആത്മീയതയിലാകട്ടെ ഭൗതികതയിലാകട്ടെ നിങ്ങൾ വിജയിച്ചിരിക്കും. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. 100% 30 കിട്ടിയാലും അത് ഇരട്ടിയാക്കാൻ, 60ആക്കാൻ, 100ആക്കാൻ ഞങ്ങളെ മരണം വരെ ഞങ്ങൾക്ക് സമയം തന്നിരിക്കുകയാണല്ലോ. ഞങ്ങൾക്കിതെല്ലാം പ്രയോജനപ്പെടുത്താൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ആമേൻ. ആദിഫലം ദൈവസന്നിധേ അർപ്പിച്ച പൂർവപിതാക്കളെ പോലെ ദാനങ്ങളേകിയ നല്ല ദൈവത്തിനായി ദാസരേകും നീ കാഴ്ചദ്രവ്യം. ആദിഫലം ദൈവസന്നിധേ അർപ്പിച്ച പൂർവപിതാക്കളെ പോലെ ദാനങ്ങളേകിയ നല്ല ദൈവത്തിനായി ദാസരേകും നീ കാഴ്ചദ്രവ്യം. നാഥാ സ്വീകരിക്കൂ, എല്ലാം സ്വീകരിക്കൂ. ഒന്ന് ചേർന്ന് പാടിക്കാം. നാഥാ സ്വീകരിക്കൂ, എല്ലാം സ്വീകരിക്കൂ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി
അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കുവാൻ കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ.
അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷനായ സഹായ രാജ്മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ
ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, അങ്ങേ ജീവദായകമായ കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ദാനത്തിലെപ്പോഴും ഞങ്ങൾ അഭിമാനം കൊള്ളാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.